നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശുഭദിനം ആശംസിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് കാലാവസ്ഥ പലയിടങ്ങളിലും കോരിച്ചൊരിയുന്ന മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളാണ് ആദ്യം തന്നെ നോക്കാനുള്ളത്. ഏറ്റവും പുതിയതായി പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന് പ്രകാരം ഏതൊക്കെ ജില്ലകളാണ് മഴ, ഏതൊക്കെ ജില്ലകളാണ് അലേർട്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. പുതിയ റഡാർ ചിത്രപ്രകാരം ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും രാവിലെ തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഞ്ഞ അലേർട്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. ഇന്നലെ പുറപ്പെടുവിച്ച മഴ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലേർട്ടിലോ അതുപോലെ തന്നെ മഞ്ഞ അലേർട്ടിലോ തിരുവനന്തപുരം ജില്ലയില്ല. പക്ഷേ എങ്കിൽ പോലും തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ രാവിലെ മുതൽ കനത്ത മഴ പെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 4 മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ തിരുവനന്തപുരത്തൊക്കെ മഴയുണ്ടാകും, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടാകും എന്നൊരു മുന്നറിയിപ്പുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച മഞ്ഞ അലേർട്ടിലോ ഓറഞ്ച് അലേർട്ടിലോ തിരുവനന്തപുരം ഇല്ല. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ ഇന്ന് രാവിലെ കനത്ത മഴ പെയ്യുകയാണ്. 31-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 1-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 2-ാം തീയതിയും എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് അറബിക്കടലിൽ 6 പതിറ്റാണ്ടിനിടെ 2ാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ തീരങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. സൗരാഷ്ട്ര, കച്ചിന് മുകളിലുള്ള ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെ, അതായത് ഇന്നോടെ വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങും. ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങിയതായും ഫുജിന് ഏകദേശം 60 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ്, നലിയയിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് കിഴക്കും, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് 270 കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കും സ്ഥിതി ചെയ്യുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രൂപം കൊണ്ടാൽ 1964 ശേഷം അറബിക്കടലിൽ ഉണ്ടാകുന്ന 2ാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത്. ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാൻ നൽകിയ അസ്ന എന്ന പേരാണ് നൽകുന്നത്. മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ്. മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചരിഞ്ഞു കിടക്കുന്നതിനാലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല. തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്ക് കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൗരാഷ്ട്ര, പാകിസ്ഥാൻ തീരങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.